പ്രാർത്ഥനയിലായിരുന്നു ഫുൾ ടൈം. നല്ല പാട്ടുകളും കേൾക്കും. ക്രിസ്തീയ ഭക്തിഗാനം ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കേട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ മാസങ്ങളും ദിവസങ്ങളും എല്ലാം ഞാൻ കഴിച്ചു കൂട്ടിയത്. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നു, നല്ല ധൈര്യം തന്നു. ഞാനിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഹിന്ദു മുസ്ലിം ഫ്രണ്ട്സ് വരെ പറയും, ട്രീസ എന്നെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സന്തോഷമാണ്. ഫ്രാൻസിസ് പാപ്പായുടെ അവസാനത്തെ കുർബാന കണ്ട് ആ ബ്ലെസ്സിങ് ഒക്കെ കിട്ടി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് അറിയുന്നത് പോപ്പ് മരിച്ചെന്ന്. എൻ്റെ പേര് ട്രീസ. എൻ്റെ വീട് പാലായിലാണ്, കെട്ടിച്ചു വന്ന് കോഴിക്കോട്ട്. ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. പണ്ട് പപ്പ ഒരുപാട് വർഷം മുമ്പ് 1930s 30-ലോ 40-ലോ എങ്ങാണ്ട് മലബാറിലോട്ട് വന്നതാണ്. എനിക്ക് 4 മക്കളാണുള്ളത്, 2 ആണും 2 പെണ്ണും. ആ മക്കൾ 2 പേരും ദുബായിലും മോള് സൗത്ത് ആഫ്രിക്കയിലും. ഇളയ മോള് വർക്ക് ചെയ്യുന്നു, ഇവിടെ വർക്ക് ഫ്രം ഹോമാണ്. എനിക്കൊരു വലിയ ദൈവാനുഗ്രഹം, ഞാൻ 5 തലമുറകളുടെ കൂടെ ജീവിച്ചെന്നുള്ളതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞു വരുമ്പം അന്ന് ഇവിടെ പപ്പായും മമ്മിയുണ്ട്, അതായത് ഹസ്ബൻഡ് അപ്പനും അമ്മയുണ്ട്. മമ്മിയുടെ അമ്മച്ചിയുണ്ട്, 90 വയസ്സിൻ്റെ അടുത്തുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ജനറേഷനായി, എൻ്റെ മക്കളുടെ ജനറേഷനായി, കൊച്ചുമക്കളുടെ ജനറേഷനായി, അങ്ങ് 5 തലമുറകളുടെ കൂടെ ജീവിച്ചത് എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കും, വിചാരിക്കും അതൊരു ഭാഗ്യം തന്നെയാണ് എന്ന്. പപ്പായും മമ്മിയാണെങ്കിലും നല്ല പ്രാർത്ഥനയിലുള്ള ആൾക്കാർ. ഇന്ന് വെളുപ്പിന് 5 മണിക്ക് എണ്ണീറ്റ് കൊന്തയിലും ഡെയിലി പള്ളിയിൽ പോവും, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന. അപ്പം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പപ്പ പാവം വീൽ ചെയറിലാണെങ്കിലും അന്ന് പള്ളിയിൽ പോവും. മരിക്കുന്നതിൻ്റെ തലേന്ന്, രാവിലെ മരിക്കുന്ന തലേന്ന് വൈകുന്നേരം വരെ അവിടെ പള്ളി കുർബാനയ്ക്ക് പോയി. അങ്ങനെ വീൽ ചെയർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തള്ളിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. കല്യാണം വരെ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ കുർബാനയ്ക്ക് പോവുമായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ രാവിലെ ഈശോയിലെ എല്ലാം ഏൽപ്പിച്ച്, അന്നത്തെ ഇതെല്ലാം ഏൽപ്പിച്ചു പോയി. അപ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ എല്ലാ കാര്യം നോക്കിക്കോളും, നമുക്കൊന്നും ആപത്തൊന്നും വരില്ല. ഈശോയുടെ കയ്യിൽ നമ്മൾ സുരക്ഷിതമാണെന്നൊരു തോന്നൽ ഏത് കാലത്തും ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ അങ്ങനെ നിൽക്കുമ്പം നമുക്ക് ആ തോന്നൽ വരും, ആർക്കാണേലും വരും, അന്നും ഇന്നും വരും. അത് എനിക്കൊരു 10 വർഷം മുമ്പ് ഒരു മെലിഗ്നൻസി വന്നു. ആ വരുന്നതിന് കുറച്ച് ആഴ്ചകൾ മുമ്പ് തന്നെ എനിക്ക് ദൈവം എന്തോ ഒരു തോന്നൽ തോന്നിച്ചു, ഇന്ന അസുഖമുണ്ട്, പോയി ഡോക്ടറെ കാണണമെന്ന്. അപ്പം ഞാൻ പലരോടും ഇത് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇതാണെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇല്ല, പേടി കാരണം. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു ചേച്ചി ഒന്ന് പോയി കണ്ടോ ഡോക്ടറെ എന്ന്. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരത്തി അന്ന് കോഴിക്കോട്ട് ക്യാൻസറായിട്ട് മരിച്ചു. അന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്നവരോട് പറഞ്ഞു എനിക്കും ഈ രോഗം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു നീ ചെക്കപ്പിന് പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അസുഖം കണ്ടുപിടിക്കുന്നത്. നമ്മൾ അത്രയും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. ഞാൻ എപ്പോഴും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു സംഗതിയുണ്ട്, ദൈവമേ ഞങ്ങളെ ലീഡ് ചെയ്യണേ, ഗൈഡ് ചെയ്യണേ, പ്രൊട്ടക്റ്റ് ചെയ്യണേ എന്ന്. 3 സംഗതി. എന്നെ തന്നെയല്ല, എൻ്റെ ഹസ്ബൻഡിനെയും മക്കളെ എല്ലാവരെയും. നമ്മൾ അത്രയും വിശ്വാസത്തിൽ ഈശോയോട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റി. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് പ്രാർത്ഥനയിലായിരുന്നു ഫുൾ ടൈം. നല്ല പാട്ടുകളും കേൾക്കും, ക്രിസ്തീയ ഭക്തിഗാനം ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കേട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ മാസങ്ങളും ദിവസങ്ങളും എല്ലാം ഞാൻ കഴിച്ചു കൂട്ടിയത്. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നു, നല്ല ധൈര്യം തന്നു. എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായില്ല. അത് പലർക്കും ഒരുപാട് കീമോ ഒക്കെ എടുക്കണം. എനിക്ക് 4 കീമോ, റേഡിയേഷൻ വേണ്ടി വന്നില്ല, 4 കീമോ കൊണ്ട് ശരിയായി. ദൈവം എല്ലാ വിധത്തിലും പെർഫെക്റ്റായിട്ട് നടത്തി തന്നു, എല്ലാം ആ സൗഖ്യവും തന്നു.
ഈ അസുഖം വന്നു കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യമായി കഴിഞ്ഞ് ഞാനിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഹിന്ദു മുസ്ലിം ഫ്രണ്ട്സ് വരെ പറയും, ട്രീസ എന്നെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സന്തോഷമാണ്, ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും ഇതെല്ലാം ഇത്രയേ ഉള്ളൂന്ന് എന്തോ ഒരു തോന്നലൊക്കെ വന്നു പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അതെല്ലാം ഒരു ദൈവകൃപയായിട്ട് ഞാൻ എല്ലാവരോടും പറയാം. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എൻ്റെ ആ ദിവസങ്ങളിൽ. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. പിന്നെ മക്കളും ഹസ്ബൻഡും എല്ലാവരും വന്ന് നന്നായി അന്വേഷിച്ചു. അന്നൊക്കെ എനിക്ക് എത്ര ലക്ഷങ്ങളുടെ ചിലവ് വന്നു, പക്ഷേ ഹസ്ബൻഡോ മക്കളോ ആരും അതിനെപ്പറ്റി ഒരു ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് അറിയുന്നത് എനിക്ക് ഇത്രയൊക്കെ ചിലവായെന്നു. പക്ഷേ ഇവരുടെ അടുത്തുനിന്നൊന്നുമല്ല, വേറെ ഒരു മരുന്നിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിക്കുക, ദൈവമേ എത്ര നല്ല കുടുംബം, എന്തെങ്കിലും ഒരു വിധത്തിൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇതുപോലും വിഷമിപ്പിക്കാനൊന്നും പറഞ്ഞൊന്നുമില്ല. എല്ലാ വിധത്തിലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും അവരൊക്കെ പറയുന്ന ആശുപത്രി വേണം, ഞങ്ങൾ നിൽക്കുക, എപ്പം വേണേലും വിളിച്ചോ അതിൻ്റെ ചെക്കപ്പിന് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും റെഡിയായിരുന്നു. അങ്ങനെ ഞാൻ പറയും, എനിക്ക് ശരിക്കും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ. രണ്ട് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും അത് എൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഫ്രണ്ട്സും പ്രയർ ഗ്രൂപ്പും ഒരുപാട് വിധത്തിൽ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ കീമോയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും കുമ്പസാരിച്ച് കുർബാന റിസീവ് ചെയ്തിട്ടേ പോവുള്ളായിരുന്നുള്ളൂ. തലേന്ന് അല്ലെങ്കിൽ അന്ന് വെളുപ്പിനെ ഈശോ റിസീവ് ചെയ്ത് എനിക്ക് ഹീലിംഗ് കിട്ടുന്ന ഒരു പൂർണ്ണ വിശ്വാസമായിരുന്നു. ദൈവം തരുകയും ചെയ്തിട്ടോ, പൂർണ്ണ ഹീലിംഗ് കിട്ടി. പിന്നെ ഞാൻ വിചാരിക്കാം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്കേ പോവുള്ളൂ, അങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ ഉള്ളി വരുമായിരുന്നു. കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാൽ പോലും ഒരു ട്രീറ്റ്മെൻറ്റിന് പോവുമല്ലേ, എടുക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറ്റിയാലും നമ്മൾ സ്വർഗത്തിലേക്കായിരിക്കും പോവുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഹോലി ട്രിനിറ്റിയുടെയും ഹോലി ഫാമിലിയുടെയും ഒക്കെ ഉള്ളൊരു പടമാണ് എൻ്റെ മുറിയിലൊക്കെ. എന്നും രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ള ഇതില്ല. ഞാൻ സത്യത്തിൽ 3 പേരെ ഇച്ചിരി 3ആയിട്ടാണ് കാണുന്നത്. ഈശോ കരുണയുള്ള ഒരു ഈശോ ഞങ്ങളോട് പാവങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനോട് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ബുദ്ധി, ബോധം, അറിവ്, ജ്ഞാനം ഇതെല്ലാം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന രീതി. കാര്യം 3 പേരും ഒന്നാണെങ്കിലും പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു അവസാനം വരെ ഉള്ളതെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ആ അനുഗ്രഹം നമുക്കൊക്കെ തരുന്ന പിതാവും എല്ലാവരോടും കൂടിയാണ്. പക്ഷെ പിതാവിനോട് ഞാൻ അത് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതും. എല്ലാവരോടും നന്ദി പറയുമ്പോൾ എല്ലാവരോടും നന്ദി പറയും. പക്ഷെ എല്ലാവരുടെ കയ്യിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ പാവിയാണ്, നമ്മുടെ പാവത്തിന് വേണ്ടിയിട്ട് ഈശോ എല്ലാം മരിച്ചു. അപ്പം നമ്മുടെ പാവങ്ങൾ പൊറുക്കണം, ഞങ്ങളൊക്കെ കാരണമാണല്ലോ ഈശോ ഇതിനൊക്കെ. അപ്പം ഈശോയുടെ എപ്പോഴും നമ്മുടെ പാവങ്ങൾ പൊറുക്കണേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ, തെറ്റുകൾ ക്ഷമിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈശോയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവാണ് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാം തരുന്നതാണല്ലോ. അപ്പം അതിനോട് ബന്ധപ്പെട്ട എല്ലാം പരിശുദ്ധാത്മാവ്. അപ്പം ഞാൻ അങ്ങനെ 3ആയിട്ട് സത്യത്തിൽ പ്രാർത്ഥിക്കും. പിതാവേ ദൈവമേ അനുഗ്രഹിക്കണേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് പിന്നെ ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പായുടെ അവസാനത്തെ കുർബാന, ഈസ്റ്ററിൻ്റെ അന്നത്തെ അവസാനത്തെ കുർബാനയ്ക്ക് ഞങ്ങൾ അവിടെ ഉണ്ട് വത്തിക്കാനില്ല. ഞങ്ങളവിടെ ശനിയാഴ്ച രാത്രി റൂമിൽ ചെല്ലുന്നേ. ഞങ്ങൾ 2 പേരും, മകനും ഭാര്യയും 3 പിള്ളേരും ഉണ്ട്. അപ്പം ഈസ്റ്ററിൻ്റെ കുർബാന കൂടാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ആ ബ്ലെസ്സിങ് ഒക്കെ കിട്ടി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് അറിയുന്നത് പോപ്പ് മരിച്ചെന്നാണ്. അപ്പം ഞങ്ങൾ ഓടി അങ്ങോട്ട് പോയി. അപ്പം അവിടെ ഒരു 11 മണിക്ക് പോപ്പിന് വേണ്ടിയിട്ടുള്ള മരിച്ചതിൻ്റെ ഒരു കുർബാനയാണ് വെക്കുന്നത്, വത്തിക്കാൻ്റെ അകത്ത് തന്നെ പള്ളിക്കകത്ത്. അപ്പം പിന്നെ അതും പോയി ഞങ്ങൾ കൂടി. അപ്പം ഞാൻ പറഞ്ഞു, അത് എനിക്കൊരു ഇതായിട്ട് തോന്നി. കാരണം ആ മരിച്ച കുർബാനയും കൂടാൻ പറ്റി, ആ ബ്ലെസ്സിങ് തലേദിവസം മേടിക്കാൻ പറ്റി. അങ്ങനെ പിന്നെ 2 ദിവസത്തോടെ ഞങ്ങൾ റൂമിലുണ്ട്. പുതിയ പോപ്പിൻ്റെ നിന്നില്ല. ഈ ഫ്യൂണറലിൻ്റെ അന്നാണ് ഞങ്ങൾ അവിടുന്ന് റൂമിൽ നിന്ന് പോകുന്നത്. എൻ്റെ ആഗ്രഹം മുഴുവൻ നമുക്ക് എത്രയോ പേരെ ഈശോയോട് അടുപ്പിക്കാൻ പറ്റുന്ന അത്രയും പേരെ അടുപ്പിക്കണം.
ഇതിനൊക്കെയാണ് ഈശോ നമ്മളെ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ അതൊക്കെ ചെയ്തിരിക്കണം. വേറെ എന്ത് നേടിയിട്ടെന്താ, ലോകം മുഴുവൻ നേടിയിട്ടെന്താ, ഒരു കാര്യവും ഇല്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.